എഡിറ്റോറിയൽ നോക്കാം. ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടാണ്. ബഡ്ജറ്റ് 2023-24 മസ്റ്റ് ബാലൻസ് ഇലക്ടറൽ സിഗ്നലിംഗ് വിത്ത് ഫിസിക്കൽ പ്രൂഡൻസ്. അപ്പോൾ എഡിറ്റോറിയൽ പറയുന്നത് ഇപ്പം ഇലക്ഷൻ വരാൻ പോവുകയാണ്, പല സ്റ്റേറ്റ് ഇലക്ഷൻസ് വരാൻ പോവുകയാണ്, അതുപോലെ തന്നെ 2 വർഷത്തിനിടയ്ക്ക് ലോക്സഭ ഇലക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ അടുത്ത മാസം ഫെബ്രുവരി, അതായത് അടുത്ത ആഴ്ച വരാൻ പോകുന്ന ബഡ്ജറ്റിൽ 2 രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ പ്രൂഡൻസ്, അതായത് വളരെ കൃത്യമായിട്ടുള്ള ചെലവ് വരവ് എന്നീ കാര്യങ്ങൾ നോക്കി എവിടെയാണോ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് എന്നാൽ അധികം ചിലവ് വരാത്ത രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫിസിക്കൽ പ്രൂഡൻസ് എന്ന് പറയുന്നത്. അതായത് പൈസ ചിലവാക്കുമ്പോൾ വിജിലൻസ് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡിസിപ്ലിൻ കാണിക്കുന്നതാണ് ഫിസിക്കൽ പ്രൂഡൻസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ എന്ന് പറയുന്നത് എന്നും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫിസിക്കൽ എന്ന വാക്ക് പൊതുവെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. മോണിറ്ററി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സെൻട്രൽ ബാങ്കുമായി, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ പോളിസി ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അതുകൊണ്ട് ഫിസിക്കൽ പ്രൂഡൻസ് എന്ന് പറയുന്നത് പൈസ ബഡ്ജറ്റ് വഴിയോ അല്ലാതെയോ ചിലവാക്കുന്ന സമയത്ത് പാലിക്കപ്പെടേണ്ട ഒരു ഡിസിപ്ലിനാണ് ഫിസിക്കൽ പ്രൂഡൻസ്. അതും നോക്കണം. രണ്ടാമത്തെ പാരാമീറ്റർ എന്താണ്? ഇലക്ഷൻ വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെയും അതുപോലെ തന്നെ വോട്ടേഴ്സിൻ്റെയൊക്കെ ഒരു പ്രീതി പറ്റുകയും വേണം. എന്നാൽ മാത്രമല്ലേ ഇലക്ഷന് വോട്ട് കിട്ടൂ. അപ്പോൾ ഇത്തവണത്തെ ഇപ്പോൾ വരാൻ പോകുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് അങ്ങനെ ഒരു ബാലൻസ് ഉണ്ട്. അതായത് അങ്ങനെ ഒരു 2 തരത്തിലുള്ള വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. ഇലക്ഷൻസ് ഹെഡ്, അതായത് ഇലക്ഷൻസ് വരാൻ പോവാണ്, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോൾ പറഞ്ഞാലും എപ്പോൾ കാര്യങ്ങൾ ഡീൽ ചെയ്താലും ആൾക്കാർക്ക് എന്താ പറയുക, ഫീൽ ഗുഡ് ഫാക്ടർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സെൻറ്റൻസ് മെൻഷൻ ചെയ്തു. കീപ്പിംഗ് ഐ ഓൺ ക്രിയേറ്റിംഗ് എ ഫീൽ ഗുഡ് ഫാക്ടർ അമംഗ് വോട്ടേഴ്സ്. അപ്പോൾ ഫീൽ ഗുഡ് ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും വോട്ടേഴ്സിനെ പ്രീതിപ്പെടുത്താൻ ചില കാര്യങ്ങൾ വെൽഫെയറിന് വേണ്ടി പൈസ നീക്കി വെച്ചാലും എക്കോണമിയുടെ ഗ്രോത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മറക്കാതിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ബഡ്ജറ്റ് എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കണം. വോട്ടേഴ്സിൻ്റെ ഫീൽ ഗുഡ് മാത്രം പോരാ. 3 ഇൻവെസ്റ്റ്മെൻറ്റ് സ്പർ ചെയ്യുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യാമെന്നർത്ഥം. ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസി എപ്പോഴും ഗവൺമെൻറ്റിന് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ജോബ് ഗ്രോത്തും അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം നല്ല രീതിയിലുള്ള പോളിസീസ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 4 വെസ്റ്റേൺ കൺട്രീസ് സ്ലോയിങ് ഡൗൺ. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസ്, അതായത് ഇപ്പോൾ അമേരിക്ക പോലുള്ള ജയൻറ്റ് രാജ്യങ്ങൾ എന്താണ് അവരുടെ ഗ്രോത്ത് ട്രെൻഡ്? ഈ 2023 തുടക്കം മുതലേ തന്നെ പറയുന്നത് മൈൽഡ് ആയിട്ടുള്ളൊരു ഡിപ്രഷൻ, അതായത് ഗ്രോത്ത് ട്രെൻഡാണ് കാണിക്കുന്നത്. അതായത് സ്ലോയിങ് ഡൗൺ ഓഫ് ഗ്രോത്ത് ആണ് പറയുന്നത്. ഇപ്പോൾ ചൈനയാണെങ്കിൽ ശരി, US ആണെങ്കിൽ ശരി, ഗ്രോത്ത് കുറവാണെന്ന് പറയുന്നു. അത് ഇന്ത്യനെ പല രീതിയിലും ബാധിച്ചേക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇന്ത്യക്കൊരു കണ്ണ് വേണം. അപ്പോൾ ഒരു തരത്തിലും എക്കോണമി ഷ്രിങ്ക് ചെയ്യരുത്, ഗ്രോത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. 5th വെൽഫെയർ സ്കീംസ് ആൻഡ് സബ്സിഡീസ്. നമുക്കറിയാം ബഡ്ജറ്റിൻ്റെ ഒരു ഭൂരിഭാഗവും ചിലവാക്കുന്നത്, അല്ലെങ്കിൽ ഒരു മേജർ പോർഷൻ ചിലവാക്കുന്നത് ഈ പറയുന്ന സബ്സിഡീസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PM കിസാൻ യോജന അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ വെൽഫെയർ സ്കീംസ് ഒക്കെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിലും ഗവൺമെൻറ് ഒരു തുക നീക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈൻ ബാലൻസ് ആണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ പ്രൂഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ദ ഡിസിപ്ലിൻ ദാറ്റ് യു ഹാവ് ടു മെയിൻറ്റെയിൻ വെൻ യു സ്പെൻഡ്, അതാണ് ഫിസിക്കൽ പ്രൂഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ പ്രൂഡൻസും മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ വോട്ടേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെൽഫെയർ സ്കീംസ് ഒക്കെ കൊണ്ടുവരണം. കാരണം വരും 2 വർഷങ്ങളിൽ പല മേജർ ഇലക്ഷൻസ്, ലോക്സഭ ഇലക്ഷൻസ് ഇൻക്ലൂഡിങ് മേജർ ഇലക്ഷൻസ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ സെൻട്രലിൽ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിന് അതിൻ്റെ റെലവൻസ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് ഈ ബഡ്ജറ്റിൽ കൂടുതലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.